വെൽക്കം ടു ലെജൻസ്. നമുക്ക് ഇന്നത്തെ ഓർണമെന്റ്സ് വീഡിയോയ്ക്കകത്ത് ഒരു മാലയുടെ തന്നെ ഐറ്റംസ് ആണ്. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്ക് കാണിക്കാറില്ല, ഇച്ചിരി റേറ്റ് കൂടിയ സൈസ് പേളിൻ്റെ ഐറ്റംസ് ആട്ടോ. അപ്പോൾ ഇത് വരുന്നത് നമുക്കിത് ഒരു ഇച്ചിരി സ്പെഷ്യൽ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ ഇതിനിങ്ങനെ ബോക്സോട് കൂടി തന്നെയാണ് വരുന്നത് കേട്ടോ. നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഈ ബോക്സിൽ ചേർത്താണ് നമ്മൾ അയച്ചു തരുന്നത്. ഒരു പ്രത്യേക സ്റ്റൈൽ ആ ഒരു ബോക്സ് കാണാനും നല്ല രസമാണ്. അപ്പോൾ ഇതിൻ്റെ മാല വരുന്നത് ഇതുപോലെ നമുക്കൊരു സാൻഡ്സ്റ്റോണിൻ്റെ ഒക്കെ പാറ്റേണിലുള്ള ബീഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. പേൾ തന്നെ, പക്ഷെ നമ്മുടെ നോർമൽ പേൾ കളർ അല്ല. ഇതെല്ലാം പേളിന്റെ സെക്ഷനിൽ തന്നെ വരുന്ന ആ ഒരു ബീഡ്സ് ആണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഇതുപോലെ കെട്ടിയെടുത്തേക്കുന്നത് കേട്ടോ. ഇതിന്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ചെയിൻ ഇങ്ങനെയാണ് വരുന്നത്. സാറിന് വരുന്ന പോലെ തന്നെ വലിയ വേരിയേഷൻ ഇല്ല. ഇതിങ്ങനെ 6 പിടിയായിട്ട് നമുക്ക് ആ ഒരു കഴുത്ത് ചുറ്റി കിടക്കുന്ന ആ ഒരു ലെങ്ത്തിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഇച്ചിരി പ്രീമിയം ആയിട്ടൊക്കെ ഇടുന്നവരുണ്ടെങ്കിൽ നമ്മുടെ സാരിക്ക് ചേരുന്ന രീതിക്ക് നമുക്ക് സെലക്ട് ചെയ്യാം. കുറച്ച് ഫാൻസി ആയിട്ട് അല്ലെങ്കിൽ പ്ലെയിൻ ഒരു നെറ്റ് പാറ്റേണിലുള്ള അല്ലെ ഡിസൈനർ വെയർ ആക്കി ഇടുന്ന സമയത്ത് ഈ ഒരു മാല മാത്രമായിട്ടൊക്കെ ഇട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റം കേട്ടോ. പേള് പോലെ തന്നെ അത്രയും ഡിമാൻഡുള്ള കളേഴ്സും ഉണ്ട്. ഇതുപോലെ ഇങ്ങനെ കുറച്ച് കളർ ഡിഫറൻസിൽ, പേളിൽ തന്നെ കളർ ഡിഫറൻസിൽ, ഷേപ്പ് ഡിഫറൻസിലൊക്കെ ഒത്തിരി പേര് എടുക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി വന്നേക്കുന്ന മോഡലാണ്. അത്യാവശ്യം റേഞ്ച് ഉള്ളതാട്ടോ. ഇതിന് ഇപ്പോൾ നോർമൽ സൈസ് സ്റ്റോൺ അല്ല യൂസ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റ് ഉണ്ട്. ഇതിലും റേറ്റ് കൂടിയതുകൊണ്ട് നമ്മളങ്ങനെ എനിക്ക് നേരത്തെ കാണിച്ചിട്ടുള്ളതിൽ നല്ല റേറ്റ് ഉള്ളതും കാണിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ സൈറ്റിലുണ്ട്, കുറേയൊക്കെ തീർന്നു. അപ്പോൾ ഉള്ളത് നിങ്ങൾ സൈറ്റിൽ നോക്കിയാൽ മതി. ഓർണമെന്റ് സെക്ഷനിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ ഒരു സെക്ഷനിൽ ഇങ്ങനെ പേജസ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എല്ലാ പേജിലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ കളക്ഷനും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് P773. അപ്പോൾ ഇതിന് പ്രൈസ് 980 ആണ്, 980. നമ്മുടെ അടുത്ത ഡിസൈൻ ഇതാട്ടോ. ഇതും ആ ഒരു ബോക്സ് തന്നെയാണ് വരുന്നത്. ഇത് ഏകദേശം സാൻഡ്സ്റ്റോണിന്റെ ഏകദേശം കളർ തന്നെയാണ് ഇതിനും കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഈ ഒരു സെൻട്രൽ പോർഷനിലായിട്ട് കുഞ്ഞൊരു സ്റ്റോൺ പോലത്തെ ഒരു ഡിസൈനും പോയിട്ടുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം സാൻഡ്സ്റ്റോണിന്റെ മോഡൽ തന്നെ സ്റ്റോൺസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ബാക്ക് സൈഡ് സാറിന് വരുന്ന പോലെ തന്നെ ഈ ഒരു ലോക്കാണ് വരുന്നത്. ലോക്ക് ചിലപ്പോൾ ഓപ്പൺ ചെയ്യാൻ പുതിയതായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തുറക്കാൻ ശകലം പാട് വരും കേട്ടോ. ചുമ്മാ ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതിന്റെ സെന്ററൊക്കെ ആണ് നല്ല രസമില്ല, നല്ലൊരു സ്റ്റോൺ ഡിസൈനാണ് ഇതിന്റെ സെന്ററിൽ കൊടുത്തേക്കുന്നത്. ബാക്കിയുള്ള പോർഷനിൽ ഇതുപോലെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതും 6 പിടി ലെങ്ത്തിലാണ് വരുന്നത്. ശക്കലം കൂടെ ലെങ്ത് നമുക്ക് ഈ ഒരു ചെയിൻ ഉള്ളതുകൊണ്ട് ശക്കലം കൂടെ കൂട്ടിയിടാൻ പറ്റും. നമുക്ക് ഇതിന്റെ നമ്പർ P763. അപ്പോൾ ഇതിനും പ്രൈസ് വരുന്നത് സെയിം ആട്ടോ, 980 ആണ്, 980. അടുത്ത് വരുന്നത് പേൾ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാട്ടോ. ഇതിന്റെ ഹാഫ് പോർഷനിൽ പേളിന്റെ ഒരു ഡിസൈനും അടുത്ത ഹാഫ് പോർഷനിൽ ഇങ്ങനെ നീണ്ട സൈസ് ഒരു സ്റ്റോണുമാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഒരു സ്റ്റാറിന്റെ പോലത്തെ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുമൊക്കെ കുറച്ച് വെറൈറ്റി നോക്കുന്നവർക്ക് വേണ്ടി കൊണ്ടുവരുന്ന കേട്ടോ. ഇതൊക്കെ നല്ല പേള് തന്നെയാണ്. ഇതാണ് പേളിന്റെ ഡിസൈൻ. അങ്ങനെ കറക്റ്റ് റൗണ്ട് അല്ല, കുറച്ചൊരു ഷേപ്പ്ലെസ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ്. ഒറിജിനൽ പേളിലെല്ലാം തന്നെ അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ. ഇതിന്റെ ഹാഫ് പോർഷൻ കണ്ടില്ലേ, ഇതുപോലെ ചെറിയ ഗോൾഡൻ ബീഡ്സ് ഒക്കെ ഇടയ്ക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് കേട്ടോ. ഇതുപോലെയാണ് ബാക്ക് സൈഡ് വരുന്നത്. ഇതിന്റെ നമ്പർ വരുന്നത് P772. ഫോട്ടോസ് ഞാൻ കൊടുത്തേക്കാം കേട്ടോ, സൈറ്റിൽ കൊടുത്തേക്കാം. ഇതിന്റെ റേറ്റ് 860 ആണ്, 860. ലാസ്റ്റ് വൺ വരുന്നത് ഇതാട്ടോ. ഇതും പേളിൽ തന്നെ ഇച്ചിരി റേറ്റ് ഉള്ള ഐറ്റം ആണ്. ഇതെനിക്ക് തോന്നുന്നു ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ല ഡിസൈൻ വ്യത്യാസമുണ്ട്, ചെറിയ വേരിയേഷനിലല്ല വന്നേക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഡിസൈൻ ഇതുപോലെ ഒരു പേളും ഒറിജിനൽ പേളാട്ടോ. ഒറിജിനൽ പേളും ഇടയ്ക്കൂടെ ഇങ്ങനെ നീണ്ട സൈസ് ഒരു ഗോൾഡൻ ബീഡ്സോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ ഗോൾഡൻ വരുന്നതിൻ്റെ അകത്ത് കളറിന്റെ പ്രശ്നം ഉണ്ടോ എന്നൊക്കെ എല്ലാം ചോദിക്കാറുണ്ട്. ഇങ്ങനെ പേള് മുമ്പിലോട്ട് നിൽക്കുകയും ബീഡ്സ് അകത്തോട്ട് നിൽക്കുന്നതും ചെയ്യുന്നതിന് അങ്ങനെ കളറിന്റെ പ്രശ്നം വരാറില്ല. പിന്നെ ഇതൊക്കെ ഇച്ചിരി പ്രീഷ്യസ് ആയിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന ഐറ്റംസ് അല്ലേ. അപ്പോൾ അങ്ങനെ സ്ഥിരമൊന്നും ഉപയോഗിക്കാനല്ലല്ലോ. എടുത്ത് വെക്കുമ്പോഴും നിങ്ങളൊരു ബോക്സ് തന്നെ, ഇപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ബോക്സ് വരുന്നുണ്ട്, ബോക്സിൽ തന്നെ ഇട്ട് ഒരേ അതൊക്കെ വെച്ചിരുന്നു അങ്ങനെ അങ്ങ് പെട്ടെന്ന് പോകുമൊന്നുമില്ല. പിന്നെ ഇതിന്റെ പേള് ഇൻ കേസ് ഇനി കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ കളറിനി ബീഡ്സിന്റെ മാത്രമേ പോവുള്ളൂ. പേളൊക്കെ ഒറിജിനൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഊരിയെടുത്തിട്ട് വേറെ ചെയ്യിപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഒറിജിനൽ പേള് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ 6 പിടിയേ ഉള്ളൂ, അത് ശ്രദ്ധിക്കണേ. നമുക്കിങ്ങനെ കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ ഇടാൻ പറ്റുന്ന മോഡലാട്ടോ. കുറച്ചൊരു ഡിസൈൻ ചെയ്യുമ്പം നമുക്ക് ആ ഒരു ഡ്രസ്സിനനുസരിച്ച് വേണം ഇതൊക്കെ ഇടാനായിട്ട്. എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ ചിലപ്പോൾ മാച്ച് ചെയ്യുന്ന വരത്തില്ല. ചില പാറ്റേൺ ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു പാറ്റേണിൽ നമുക്ക് കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ ഇടാൻ പറ്റുന്ന സൈസ് ഐറ്റമാണ് ഇതൊക്കെ. 6 പിടിയേ ഉള്ളൂ. അപ്പോൾ ഇതിലും ലെങ്തി ആയിട്ട് ഇടാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ചെയിൻ ആഡ് ചെയ്തിട്ട് അങ്ങനെ ലെങ്തി ആയിട്ട് ഇടാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓരോ സാരിക്കൊക്കെ അനുസരിച്ച് നിങ്ങൾ വേറെ വേറെ ആക്കി. അപ്പോൾ ഇതിങ്ങനെ സിമ്പിളായിട്ട് 6 പിടിയുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇൻ കേസ് ചുരിദാറിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാം കേട്ടോ. അങ്ങനെ ചുരിദാറിൻ്റെ ഡിസൈൻ അനുസരിച്ച്, നെക്കിലെ ഡിസൈൻ ഇതൊക്കെ അനുസരിച്ച് വേണം ഇടാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഉണ്ട്, കാരണം അത് ആ ഒരു പാറ്റേൺ അങ്ങനെ ആയതുകൊണ്ടാണ്. ഇതിൻ്റെ നമ്പർ P766. ഇതിൻ്റെ പ്രൈസ് 1450 ആണ്, 1456.